IMAയുടെ ആഭിമുഖ്യത്തിൽ അവയവദാന സെമിനാർ നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ വെച്ച് നടന്നു. IMAയുടെ അവയവദാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനതല സെമിനാറാണ് നെല്ലിമറ്റം എംബിറ്റ്സ് കോളേജിൽ സംഘടിപ്പിച്ചത്. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ കാര്യത്തിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ഒരുപാട് മുന്നേറിയ സംസ്ഥാനമാണ് കേരളമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും ഈ അവയവദാന മേഖലയ്ക്കകത്ത് അനാവശ്യമായ തെറ്റിദ്ധാരണകളും അതല്ല എങ്കിൽ ആളുകൾക്ക് കൃത്യമായ ധാരണയുടെ അവ്യക്തതയും ഒക്കെ മൂലം പലപ്പോഴും ആ രംഗത്തു നിന്നും ആളുകൾ ഓടിമറയുന്ന അല്ലെങ്കിൽ ഓടി ഒളിക്കുന്ന അല്ലെങ്കിൽ ബന്ധുക്കൾ കുറ്റവരടക്കം ആ നിലയിലുള്ള ഒരു സമീപനത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. ഇവിടെ എത്ര തന്നെ ഈ രംഗത്ത് നിരന്തരമായ ഇടപെടലുകൾ, അത് നിരന്തരമായ ക്യാമ്പയിനുകൾ, അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാലത്താണ്. ഇപ്പോൾ കണക്കുകൾ തന്നെ കഴിഞ്ഞ ദിവസം പ്രശസ്തരായ ഈ രംഗത്ത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകൾ പല ലേഖനങ്ങളിലൂടെയൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. ഏതാണ്ട് 5 ലക്ഷം ആളുകളാണ് പ്രതിവർഷം നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അവയവം കാത്തിരുന്ന് മരണപ്പെടുന്നു എന്നുള്ളതൊക്കെ ചില ലേഖനങ്ങളിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ആ കണക്കുകൾ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാമെങ്കിലും അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ് പിന്നീട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അവയവദാന കമ്മിറ്റിയുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ബേസിൽ സാജു, ഡോക്ടർ ബേബി മാത്യു, KP മാത്യു, ബിനോയ് M തോമസ്, ഡോക്ടർ ഷാജൻ കുര്യാക്കോസ്, തോമസ് ജോർജ്, ഡോക്ടർ സോളി ജോർജ്, പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ ബേസിൽ സാജു, അഡ്വക്കേറ്റ് സന്ധ്യ, ബിനോയ് മാത്യു എന്നിവർ ക്ലാസ് എടുത്തു. ഡോക്ടർ ലിസ തോമസ് സ്വാഗതവും ഡോക്ടർ സിനി ഐസക് കൃതജ്ഞതയും പറഞ്ഞു. GTV ന്യൂസ്, കവളങ്ങാട്.